വെൽക്കം ബ്യൂട്ടിഫുൾ സോൾസ്. യശോധര ദ മിസ്റ്റിക് ടാരോ റീഡർ ചാനലിലേക്ക് സ്വാഗതം. മാർച്ച് 21 മുതൽ ഏപ്രിൽ 19 വരെ ജനിച്ചവർക്ക്, അതായത് സോഡിയാക് സൈൻ ഏരീസ് ആയിട്ടുള്ളവർക്ക് 2026 വർഷം എങ്ങനെയുള്ളതാണെന്ന് നോക്കാം. നിങ്ങളുടെ ആരോഗ്യം, സാമ്പത്തിക സ്ഥിതി, റിലേഷൻഷിപ്പ്, പേഴ്സണൽ ഗ്രോത്ത് എന്നിവ എങ്ങനെയുള്ളതാണെന്ന് ആദ്യമായിട്ട് നോക്കാം. ആരോഗ്യകാര്യം നോക്കുമ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ബാധിക്കാതെ നോക്കണം എന്നൊരു സന്ദേശമാണ് ലഭിക്കുന്നത്. സംഘർഷങ്ങളോ അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളോ മൂലം മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാകുമെന്നും ഇതുമൂലം ആരോഗ്യ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ള മുന്നറിയിപ്പാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് പ്രയോജനപ്പെടുത്താനും മനസ്സ് ശാന്തമാക്കി വയ്ക്കാനും ചുറ്റുപാടുകളിലെ സംഘർഷം മനസ്സിനെയും ശരീരത്തെയും ബാധിക്കാതെ ശ്രദ്ധിക്കാനുമാണ് ഈ വർഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആരോഗ്യപരമായി നോക്കുമ്പോൾ വളരെ മോശം സമയമാണെന്ന് പറയാൻ കഴിയില്ല. എന്നാലും മാനസിക സമ്മർദ്ദം ശാരീരിക രോഗങ്ങളിലേക്ക് നയിക്കാതെ ശ്രദ്ധിക്കേണ്ട സമയമാണിത്. സാമ്പത്തികമായി നോക്കുമ്പോൾ വളരെയധികം മനസ്സമാധാനം ലഭിക്കുന്ന ഒരു വർഷമാണിത്. സമ്പത്ത് മറ്റുള്ളവരെ സഹായിക്കുന്നതിനും അനുകമ്പയോട് ചെലവഴിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കും. സാമ്പത്തിക സ്ഥിരത, സാമ്പത്തിക സുരക്ഷ എന്നിവയുണ്ടാകും. അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, അതായത് ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ പ്രയോജനപ്രദമായ രീതിയിൽ ചെലവഴിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യും. സാമ്പത്തികമായി വളരെ നല്ല സമയമാണിത്. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ വളരെ പോസിറ്റീവായ സമയമാണിത്. കുടുംബജീവിതം വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു വർഷമാണിത്. പുതിയ ജീവിത പങ്കാളിയെ കണ്ടെത്താനോ അനുയോജ്യമായ ബന്ധത്തിലേക്ക് നീങ്ങാനോ ഉള്ള സമയമാണ്. സ്നേഹിക്കുന്നവർക്ക്, അതായത് സ്നേഹബന്ധത്തിലുള്ളവർക്ക് അനുകൂല സാഹചര്യമാണുള്ളത്. പേഴ്സണൽ ഗ്രോത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്ന് തീരുമാനിച്ചുറപ്പിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് നിങ്ങളുള്ളത്. കാര്യങ്ങൾ ശ്രദ്ധാപൂർവം പരിഗണിച്ച് മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഗുണദോഷങ്ങൾ വിശകലനം ചെയ്ത് യുക്തമായ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. ആദ്യത്തെ 4 മാസങ്ങൾ, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ജീവിതം താളം തെറ്റിയ ശേഷം ഒരു തിരിച്ചുവരവ് നടത്തുന്ന സമയമാണ്. ക്ഷമയോടെ ഇരിക്കേണ്ട സമയമാണ്. ചെലവുകൾ നിയന്ത്രിക്കുക. ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ ശാന്തമായി വിലയിരുത്തി മുന്നോട്ട് പോവുക. ആരോഗ്യപരമായി വളരെ നല്ല സമയമാണ്. മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആത്മവിശ്വാസവും കഴിവും പ്രകടിപ്പിക്കുന്ന സമയമാണ്. പുതിയ പ്രോജക്റ്റുകളോ ബിസിനസ് സംരംഭങ്ങളോ തുടങ്ങാൻ പറ്റിയ സമയമാണ്. ഊർജ്ജസ്വലതയോടും ഉത്സാഹത്തോടും വെല്ലുവിളികളെ നേരിടാൻ കഴിയും. നേതൃത്വപരമായ സ്ഥാനങ്ങൾ ലഭിക്കും. വ്യക്തിപരമായ വളർച്ചയും പ്രൊഫഷണൽ പുരോഗതിയും ലഭിക്കുന്ന സമയമാണിത്. അവസാനത്തെ 4 മാസം വളരെയധികം സമൃദ്ധി ലഭിക്കുന്ന സമയമാണ്. ഭൂമിയോ ആഭരണങ്ങളോ ആഡംബര വസ്തുക്കളോ സ്വന്തമാക്കാനുള്ള സാധ്യത കാണുന്നു. ആത്മാർത്ഥതയുള്ളതും സ്നേഹസമ്പന്നവുമായ ബന്ധങ്ങൾ നിലനിൽക്കുന്ന സമയമാണിത്. സാമ്പത്തിക സ്ഥിരതയും സാമ്പത്തിക സുരക്ഷിതയും ലഭിക്കും. മൊത്തത്തിൽ 2026 ഏരീസ് സോഡിയാക് സൈനായിട്ടുള്ളവർക്ക് വളരെ നല്ല ഒരു സമയമായിട്ടാണ് കാണുന്നത്. എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.